ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പുതിയ ന്യൂ ജനറേഷൻ പിള്ളേരെ ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ ബാക്കി ഏവർക്കും സുപരിചിതനായിട്ടുള്ള ഒരു നടനാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള അഭിനയ ശൈലിയിലൂടെ തന്നെ മലയാള സിനിമയിൽ തനതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചൊരു വ്യക്തി തന്നെയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, ചില നടന്മാരൊക്കെ വരും, നടിമാരായാലും ചിലർ വരും, കുറേ നാൾ ഭയങ്കരമായിട്ട് മിന്നിത്തിളങ്ങിക്കും, അല്ലെങ്കിൽ വേഷങ്ങൾ അത്യാവശ്യം കാണും, പിന്നീട് അവരെ കാണത്തില്ല. പക്ഷേ ഇദ്ദേഹത്തിനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അവസാന കാലം വരെ അദ്ദേഹം സിനിമയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഒരു ഫീൽഡിൽ കലാരംഗത്ത് നിറഞ്ഞു നിന്നൊരു വ്യക്തിയാണ്. അങ്ങനെ എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല. അതിന് മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു അഭിനയത്തിന് അദ്ദേഹത്തിനെ മാറ്റി നിർത്താൻ കഴിയില്ല എന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ മാത്രമേ അങ്ങനെയുള്ള കലാകാരന്മാർ ഇവിടെ ശോഭിക്കുള്ളൂ അല്ലെങ്കിൽ നിലനിൽക്കുള്ളൂ. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും എല്ലാവർക്കും ഓർക്കാൻ പറ്റുന്ന ഒരു റോള് തന്നെയാണ് ഈ പറയുന്ന ആറാം തമ്പുരാനകത്തുള്ളത്. നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ സംവിധായകൻ എന്ന് പറയുന്നത് ഷാജി കൈലാസ് ആണ്. അതിനകത്ത് കൃത്യമായിട്ട് ചെറിയൊരു വേഷം ചെയ്ത വ്യക്തിയാണ് സംവിധായകൻ കൂടിയായിട്ടുള്ള ആലപ്പി അഷ്റഫ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വേഷത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ച് അറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് സായികുമാറിൻ്റെ ഫ്രണ്ട്സ് ലാസ്റ്റ് വന്ന് അലമ്പ് കാണിക്കുന്നൊരു പരിപാടി ഉണ്ട്, കള്ളു കുടിച്ചിട്ട്. അതിലൊരു വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. അതായത് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിലൂടെ ഈ സിനിമാ രംഗത്ത് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, പല രീതിക്കുള്ള അറിവുകളൊക്കെ അദ്ദേഹം പങ്കുവയ്ക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഉണ്ടായ ഒരു വല്ലാത്തൊരു പീഡിത അനുഭവം എന്നൊക്കെ പറയാൻ പറ്റും. അങ്ങനെ ഒരു അനുഭവത്തെക്കുറിച്ചാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. അത് ആരുമായി കണക്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംവിധായകനും തിരക്കഥാകൃത്തുമായിട്ടുള്ള രഞ്ജിത്തുമായിട്ട്. ഇനി കൂടുതൽ എല്ലാവർക്കും മനസ്സിലാവുന്നതെന്ന് പറയുന്നത്, കൃത്യമായിട്ട് പറഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറ്റാരോപിതനാക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സിനിമ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ആ വശം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തെറ്റും കുറ്റങ്ങളൊന്നും പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം എടുത്തിട്ടുള്ള സിനിമകളായാലും അതിൻ്റെ തിരക്കഥകളായാലും ഏറെ ഈ പറയുന്ന പ്രശംസ അർഹിക്കപ്പെടുന്ന ഒന്ന് തന്നെയാണ്. അങ്ങനെ സ്വന്തമായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു സ്ഥാനം അദ്ദേഹം ഉണ്ടാക്കിയെടുത്തുള്ളൂ, ആ എഴുത്തിലും ബാക്കി കാര്യങ്ങളും. പക്ഷേ സ്വഭാവ ശൈലിയിലാണ് അദ്ദേഹത്തിന് ഒരുപാട് നെഗറ്റീവ്സ് വന്നിട്ടുള്ളതെന്ന് പറയുന്നത്. ഒരുപാട് തവണ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന എന്താ പറയുക, ഈ ഏകാധിപതിയെ പോലെ പെരുമാറുന്ന ഒരു വ്യക്തിയാണെന്നുള്ള തരത്തിൽ പല ആൾക്കാരും സംസാരിച്ചിട്ടുണ്ട്. അപ്പം നമുക്കറിയാം, ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരുന്നു അദ്ദേഹം ലാസ്റ്റ് ഒരു ടൈമിലെന്ന് പറയുന്നത്. ഈ ഒരു കുറ്റാരോപിതനാക്കപ്പെട്ട സമയത്ത് അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്താണ് അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തപ്പെടുന്നതെന്ന് പറയുന്നത്. പിന്നീട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആ ഒരു സംഭവം കൂടെ വരുന്ന സമയത്ത് സർക്കാർ കൈവിടിഞ്ഞ ഒരു കാര്യം നമ്മൾ കാണുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ആലപ്പി അഷ്റഫ് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ആദ്യകാലത്ത് ആലപ്പി അഷ്റഫ് ഇദ്ദേഹത്തിനെ കാണുന്നത് മദ്രാസിലോ മറ്റോ വെച്ചാണ് കാണുന്നത്. ആ സമയത്ത് അതിൻ്റെ തുടക്ക സമയമാണ്. ബാക്കി എല്ലായിടത്തോളം ഭയങ്കര ബഹുമാനത്തോടെ വിനയാന്വിതനായിട്ട് പെരുമാറുന്ന ഒരു രഞ്ജിത്തിനെയാണ് അദ്ദേഹം എന്നാണ് പറയുന്നത്. നല്ല സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആണ്, നല്ല ഡയറക്ഷനാണ്, മറ്റു ഭാഷകളെ ഒന്നും കേന്ദ്രീകരിക്കാതെ ഈ ഭാഷയിൽ തന്നെ നിലനിൽക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പിന്നീട് വിജയക്കൊടി മുടി ഏറിപ്പോകുന്ന അനുസരിച്ചാണല്ലോ ചില ആൾക്കാർക്കെങ്കിലും ഭയങ്കരമായിട്ട് അഹങ്കാരം കൂടി നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹം എടുത്ത സിനിമകളൊക്കെ അത്രയും നല്ല ഗംഭീരമായിട്ട് ആണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അഹങ്കാരം കൂടി വന്നു, ഈ മദ്യപാനം കൂടി വന്നു, ആൾക്കാരെ പുച്ഛിച്ച് തള്ളൽ കൂടി വന്നു. അങ്ങനെ എന്ന് പറയുന്നത് ഈ സമൂഹത്തിന്, പൊതുസമൂഹത്തിന് പ്രത്യേകിച്ച് ഞാനൊന്നും കൊടുക്കേണ്ടി ഇരിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ സംഭാവനയൊന്നും കൊടുക്കത്തില്ല, അങ്ങനെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. എപ്പോഴും ഈ പുച്ഛിച്ച് തള്ളുന്ന ഒരു രീതിയിലേക്ക്. പക്ഷേ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടായിരിക്കാം മേ ബി ഈ പറയുന്ന ആലപ്പി അഷ്റഫ് പറയുന്നത് ആ സ്വഭാവത്തിൻ്റെ ഒരു പ്രതിഫലനമായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്ന് പറയുന്നത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അതിന് ശേഷം സംഭവിക്കുന്ന ഒരു കാര്യത്തിൻ്റെ ഫലമായിട്ടായിരിക്കും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഞാൻ പറഞ്ഞ കാര്യം എന്തായാലും അതിലേക്ക് പോവുകയാണെങ്കിൽ, അതിൻ്റെ ഇടയിൽ ഷൂട്ടിങ്ങിൻ്റെ ഇടയിലേക്ക് ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ ഇവർ ഒന്നിച്ചിരിക്കുന്ന ടൈമിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാറ് ചിരിച്ചുകൊണ്ട് തമാശ രൂപേണ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് രഞ്ജിത്തിന് ഇഷ്ടപ്പെട്ടില്ല, മദ്യപിച്ച് നിൽക്കുമായിരുന്നു, അദ്ദേഹത്തിനെ അടിച്ചു എന്നാണ് പറയുന്നത്. അടിച്ച് ആ അടി കൊണ്ട് അദ്ദേഹം താഴേക്ക് വീണു എന്നാണ് പറയുന്നത്. അപ്പോൾ ഹൃദയം തകർന്ന വേദനയോടെയാണ് അദ്ദേഹം നിന്നത്. പിന്നീട് ആ ഷൂട്ടിംഗ് സെറ്റിൽ പിന്നീട് ഒരിക്കലും അദ്ദേഹം തമാശ പറയുകയോ കളിക്കുകയോ ഒടുവിൽ കൃഷ്ണ സാർ ചെയ്തിട്ടില്ല. പിന്നീട് അത് തീർന്ന് കിട്ടുമോ എന്നുള്ള രീതിക്കായിരുന്നു അദ്ദേഹം പോയത്. പിന്നീട് അതിൽ നിന്ന് മാറാൻ തന്നെ, ആ ഒരു ഇൻസിഡൻറ്റിനെ മറക്കാൻ തന്നെ, അല്ലെങ്കിൽ അതിൽ നിന്നൊരു മോചനം കിട്ടാൻ വേണ്ടി തന്നെ ഈ ഒടുവിൽ സാർ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നുള്ള രീതിക്കാണ് ഇപ്പോൾ ആലപ്പി അഷ്റഫ് പുറത്തേക്ക് വന്നത്. അപ്പം ഈ ഒരു സാധനം കേൾക്കുന്ന സമയത്ത് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ആക്ടർ ഇവിടേക്ക് വന്നതിന് ശേഷം മാത്രമാണ് രഞ്ജിത്ത് എന്ന് പറയുന്നൊരു സംവിധായകൻ കടന്നു വരുന്നത്. ഇവിടുത്തെ ഈ പറയുന്ന പ്രവർത്തനത്തിൻ്റെ ഒരു തോത്, അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൻ്റെ വർഷത്തിൻ്റെ അളവെടുത്ത് കഴിഞ്ഞാൽ എത്രയോ ഇരട്ടി നിൽക്കും ഇദ്ദേഹത്തിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പം അത്രയും സിനിമാ ഫീൽഡിൽ സീനിയർ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, പ്രായം കൊണ്ടായാലും അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഈ കുടിച്ചിട്ടൊക്കെ ഇത്തരത്തിൽ ഈ ഒരു സെറ്റിലൊക്കെ ഇങ്ങനെ പെരുമാറുക, അല്ലെങ്കിൽ ഇത്രയും വൃത്തികെട്ട ഒരു സ്വഭാവത്തിൻ്റെ ഒരു ഷെയ്ഡ് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് അറിയുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇദ്ദേഹം എത്തരത്തിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം ഓരോ ആൾക്കാരും ഈ ഫീൽഡിലുള്ള ആൾക്കാർ ഓരോന്ന് വന്ന് പറയുന്ന സമയത്താണ് ഇങ്ങനെയും ആൾക്കാരുടെ ക്യാരക്ടേഴ്സ് ഇങ്ങനെയും ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം നമുക്കൊരു വ്യക്തി ബന്ധവുമില്ലാത്ത നമ്മുടെ ഈ പറയുന്ന
സിനിമാ ഫീൽഡ് എന്ന് പറയുന്നത് അതുവഴി മാത്രം പരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയൊക്കെ ഒരു തമാശയുടെ പേരിൽ മാത്രം ഇങ്ങനെ ആക്രമിക്കുക അല്ലെങ്കിൽ ആക്രമോത്സുകമായിട്ട് പെരുമാറുക എന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെ എത്രമാത്രം ലഹരിക്ക് എത്ര വർഷങ്ങൾക്ക് മുമ്പേ അദ്ദേഹം അഡിക്റ്റഡ് ആയിരുന്നു എന്നുള്ള കാര്യം ഊഹിക്കാൻ പറ്റും. ഒരു പക്ഷേ തുടർച്ചയായിട്ടുള്ള വിജയ വെൺകൊടി പാറിച്ചതിൻ്റെ അഹങ്കാരം തലയ്ക്ക് മൂത്തതായിരിക്കും. ചിലവർ അങ്ങനെയാണല്ലോ പെരുമാറുന്നതെന്ന് പറയുന്നത്. എന്തായാലും ഇങ്ങനെയുള്ള വിവരങ്ങൾ ചിലത് പുറത്തു വരുന്ന സമയത്താണ് ഇവരിങ്ങനെയും ചെയ്തിരുന്നു അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള ഈ ഒരു വ്യക്തി ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാറിനെ പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അന്ന് ഈ പറയുന്ന മീഡിയാസ് കൂടുതലില്ലായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെയായിട്ടുള്ള ഒരു ഇത് കടന്നുവരവ് കൂടുതലല്ലാത്തതുകൊണ്ടും ആൾക്കാരുടെ ഈ ഫോൺ പോലുള്ള കാര്യങ്ങൾ അത്രയും ആക്റ്റീവ് അല്ലാത്തത് കൊണ്ടും ആയിരിക്കും ഒരു പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്ത് വരാതിരുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും, അദ്ദേഹം ക്ഷമിച്ചു എന്നുള്ളത്. അപ്പം ആ സമയത്ത് ഇദ്ദേഹം അടിച്ചു, ഇന്ന് ആ മനുഷ്യൻ മുകളിലിരിക്കുന്നെങ്കിലും അന്ന് ചെയ്തതിൻ്റെ അദ്ദേഹത്തിനോട് ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിരിക്കും ഇന്ന് ഈ കിടന്ന് നരയിക്കുന്നുണ്ടോ എന്നറിയത്തില്ല. കാരണം പണം ഉണ്ടെങ്കിൽ ഇവർക്ക് എന്തും ചെയ്യാൻ പറ്റില്ല. അപ്പം എന്നാൽ പോലും ഈ പറയുന്ന ആൾക്കാർ പുച്ഛിച്ച് തള്ളണമെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും അധികം ആൾക്കാർ പറയണമെങ്കിൽ നെഗറ്റീവ് അടിക്കണമെങ്കിൽ കൃത്യമായിട്ട് ചെയ്തതിൻ്റെ ഫലം തന്നെ ആയിരിക്കണമല്ലോ. പരിണിത ഫലം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ തന്നെ അവൾ ചെയ്യുന്ന കാര്യങ്ങളുടെയൊക്കെ ഫലം ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് തന്നെ അനുഭവിച്ച് തീർത്തിട്ട് മാത്രമേ ഇവിടെ വിട്ടു പോകാൻ പറ്റുന്നൊരു സംഭവം. അതായത് ഇതിന് മുന്നിൽ കർമ്മഫലം എന്നൊക്കെ പറയുന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോകുന്ന തെറ്റി ശരിയുടെ ഫലമാണ് നമ്മുടെ പരലോക ജീവിതം. ഇഹലോക ജീവിതം വെടിഞ്ഞുള്ള പരലോക ജീവിതം എന്നൊക്കെയാണ് താത്വികമായിട്ട് ആൾക്കാർ പറയുന്നത്. പക്ഷേ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. ഈ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം എന്തോ അത് ഇനിയല്ല, ഇവിടെ കൊണ്ട് തന്നെ അവസാനിപ്പിച്ചിട്ട് പോകാമെന്നൊരു സംഭവം ഇന്ന് നടക്കുന്നുണ്ട്. ചെയ്തതിന് എപ്പോഴായാലും തിരിച്ചടി കിട്ടുമെന്നൊരു സംഭവം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെളിവാക്കപ്പെടുന്ന സമയത്താണ് ഒരുപാട് ആൾക്കാരുടെ ഈ പറയുന്ന മുഖം മൂടി വെച്ച മുഖങ്ങൾ അഴിഞ്ഞു വീഴുന്ന പൊയ്മുഖങ്ങൾ അഴിഞ്ഞു വീഴുന്നത്.